ഇന്ന് ചക്കക്കുരു തോരനാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ അരപ്പിനായിട്ട് തേങ്ങ ചിരകിയത്, പെരുംജീരകം, കറിവേപ്പില, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തൊന്ന് അരച്ചെടുക്കാം. ഇനി ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ സബോള ഇട്ട് കൊടുക്കാം. സബോള നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ടരിഞ്ഞ ചക്കക്കുരു, അത് ഞാൻ പകുതി വേവിച്ച് വെച്ചേക്കുന്നതാണ്. ഇനിയിപ്പം അതിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, വെന്തിരിക്കുന്ന ചക്കക്കുരുവാണ്. നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് തുറന്ന് നോക്കാം. അപ്പം ഈ പരുവമായിട്ടുണ്ട്. അപ്പം നമുക്ക് നാളെ കാണാം.